ഇതൊരു കാണിക്കണ്ടേ കാറി പറഞ്ഞ MLA വണ്ടിയാണോ ചുമ്മാ അല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കാര്യം പറഞ്ഞത്. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നൊക്കെ സൂപ്പർ സൊമാറ്റോ വ്ളോഗ് നമ്പർ 131 ചെയ്യാൻ പോകുന്നത്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നൊക്കെ സൂപ്പർ റൈഡ് പോയിട്ട് ഇത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 131 ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് എപ്പോഴും മറന്നു കേട്ടാ. ഡേറ്റ് 30 ഏപ്രിൽ 2025 മണി ഇപ്പോൾ കറക്റ്റ് വൈകുന്നേരം എപ്പോഴും പോലെ 6 മണിക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ട്. 6:30 മണി ആവാറായി. ഓർഡർ അടിക്കാനുള്ള എപ്പോഴും പോലെ പൂജപ്പുര മെയിൻ റോഡ് പോവാം. എപ്പോഴും പോലെ ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോവാം. സത്യം പറഞ്ഞാൽ സൊമാറ്റോ വ്ളോഗ് സ്ഥിരം ചെയ്ത് എന്ത് പറഞ്ഞാലും എന്ത് കാണിച്ചാലും റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൊമാറ്റോ വ്ളോഗ് ചെയ്യാൻ തോന്നുന്നില്ല. എന്തായാലും കണ്ടന്റ് കൊണ്ട് പോകണ്ടേ നമ്മൾ. യൂട്യൂബ് തുടങ്ങിപ്പോയി. അപ്പോൾ അതിലോട്ട് നമ്മൾ സ്ഥിരം കണ്ടന്റ് ഇട്ടാലേ നമുക്ക് റീച്ച് കിട്ടുള്ളൂ. റീച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ആലോചിക്കണ്ട. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ചാനലിനോട് കുറേ മാറ്റം വരുത്തുന്ന ആഗ്രഹമുണ്ട്. പുതിയ റൈഡ് പോകണം, ലോങ് റൈഡ് പോകണം, അതിന് കുറച്ച് പൈസ കയ്യിൽ വേണം. അതൊന്നും നമ്മളെ ഇല്ലാണ് മെയിൻ വിഷയം. കുറച്ച് പൈസ ഉണ്ടായിരുന്നു, കൊടൈക്കനാൽ റൈഡ് പോയിട്ടപ്പോൾ എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ലോങ് ട്രിപ്പ് എടുക്കില്ല. പറ്റുന്നുണ്ടെങ്കിൽ പോകണം, നോക്കട്ടെ, വെക്കേഷൻ സമയമല്ലേ, എവിടെയെങ്കിലും പോകണം. ഇപ്പം എന്തായാലും ഇന്ന് സൊമാറ്റോ വ്ളോഗ് ചെയ്യാം, വേറെ ഒന്നും പറയാനില്ല. വാ. അപ്പം ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പം ലൈഫ് അടിച്ച് പൊളിക്കണം. കറക്റ്റാക്കി നിൽക്കണം. അപ്പോൾ ഓക്കെ പോകാം. കമോൺ ക്വിക്ക് സമയമായി. സൗണ്ട് വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് ബൈസ് റെഡി ആയിരിപ്പുണ്ട്. ടയറൊക്കെ മാറ്റിയപ്പോൾ ലുക്ക് കണ്ട ടയറിന് വേറെ ലെവലല്ലേ. ഈ ടയറിന് ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് ബൈക്കിന് ലുക്കുണ്ട്. പിന്നെ ചെയിൻ ലൂപ്പ് അടിച്ചായിരുന്നു, ഒരു മാതിരി അടിച്ച് വിട്ട് കുഴപ്പമില്ലാതെ. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഓയിൽ മാറ്റിയായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഓയിൽ നല്ലപോലെ സപ്പോർട്ട് ആവുന്നുണ്ട്, നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈക്കിൻ്റെ കാര്യത്തിൽ ഏതാ ഷോക്കിയാണ്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാത്രം ബാക്കി മാറ്റാറുണ്ട്, അത് പിന്നെ മാറ്റാം. സമയമായിട്ടുണ്ട്. എന്തായാലും ഈ ആഴ്ച മാറ്റിയൊക്കെ പൈസ കിട്ടുമ്പോൾ കുറേ ചിലവായി. വണ്ടിക്ക് കുറേ ചിലവല്ലേ. വണ്ടിക്ക് ലോൺ അടയ്ക്കണം, വണ്ടിക്ക് മെയിൻ്റെനൻസ് ചെയ്യണം. ടാറ്റാ ബൈ സീ യു. പോയിട്ട് രാമേ. ശബരിമലയ്ക്ക് പോകണം അല്ലേ? നാളെ May 1 നാളെ മാല ഇടാൻ പോകണം. അപ്പം ഓക്കെ, വെറുതെ തുടങ്ങാൻ പോകണം. മാല ഇടാൻ എപ്പോഴാണ്? ശരി, ഓക്കെ. അപ്പോൾ ഒരു ശബരിമല വ്ളോഗ് ഉണ്ട്, നമ്മളെ ഫാമിലി ആയിട്ട് പോകുന്നത്. ഞാൻ, വൈശുട്ടി, പിന്നെ സുമേഷുണ്ട്, ചേട്ടനുണ്ട്, കിച്ചുണ്ട്, പിന്നെ മാമവും ഫാമിലി ഉണ്ട്. May 15 16 പോകും അല്ലേ? അപ്പം നല്ലപോലെ വെറുതെ എടുത്ത് ഇറച്ചി, മുട്ട, മീൻ കഴിക്കാൻ പാടില്ല കേട്ടല്ലോ. അയ്യപ്പ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ് നേരത്തെ കഴിച്ച് കുളിച്ച് നല്ലപോലെ ഭക്തിയായിരിക്കണം ദിവസവും. ഓക്കെ, അതൊക്കെ അല്ലേ പറഞ്ഞില്ല അടുത്ത വ്ളോഗിൽ. ഓക്കെ, സമയം പോട്ടാ. ടാറ്റാ ബൈ സീ യു. വെറുതെ അങ്ങനെ എടുക്കണം, വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണം, എടുത്ത് തൂക്കി തല വയ്ക്കണം. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം. വാന്നായിട്ട്. ശരി, പോ, സമയം അപ്പോൾ എല്ലാം എടുത്തല്ലോ. അപ്പോൾ പേഴ്സ്, ഫോണ്, ഹെഡ്ഫോൺ കഴുത്തിലുണ്ട്, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ ബ്ലാക്ക് ബൈസൺ റെഡി ആണല്ലോ. ലബു. ഓക്കെ, വണ്ടി അങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇറക്കാൻ പോവുകയാണ്, ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബൈ സീ, പോയിട്ട്. അപ്പോൾ നേരെ എപ്പോഴും പോലെ എങ്ങോട്ട് പോകാൻ, എങ്ങോട്ടെങ്കിലും പോവാം. കണ്ണെന്താ കലന്താച്ച് പാത്ത ഇടന്താ ബോറാച്ച്. എന്തോന്നോ കഴുത്തിൽ കയറി. പാറ്റയാണോ അതാ വേറെ കൊതുകിലാണെന്നോ നമ്മളെ ദേഹത്തിന് ഓരോന്ന് പറഞ്ഞ. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. പ്ലാവ് റെസ്റ്റോറൻറ്റ്, പ്ലാവ് മൾട്ടി കുസിനാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. പോകേണ്ട സ്ഥലം വഴുതക്കാട്. ടിപ്പുണ്ടല്ലോ. എത്ര രൂപ? 20 ടിപ്പാ. സൂപ്പർ. ലോങ് ഓർഡർ 20 ടിപ്പ്. ഇതൊക്കെയാണ് വേണ്ട സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ ആഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛന് വേണ്ടിയിട്ട്. വേറെ ഒന്നുമില്ല, അച്ഛൻ്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ESI ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ പോയപ്പോൾ ആപ്പാടെ വിഷമമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എന്ന് പറയുമ്പോൾ ഈ ഗവൺമെൻറ് സ്ഥാപനത്തിൽ പോയാൽ തന്നെ കുറേ ആൾക്കാരെ പെരുമാറ്റം ഉണ്ടല്ലോ. സത്യം പറയാലോ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിട്ട് നമ്മളെ ഉള്ള ടെമ്പർ വിട്ടുപോകും. അത്രയ്ക്ക് ദേഷ്യം വന്നു. ഭയങ്കര മോശമാണ്. എല്ലാവരും ഇല്ല, ചില ആൾക്കാർ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ എന്തോ അവർ നമുക്ക് വേണ്ടി എന്തോ, അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യും പോലെ. ഗവൺമെന്റ് ശമ്പളം തരണം മാസം തോറും. അതായത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണേക്കാളും ശമ്പളമുണ്ട് ഗവൺമെന്റ് സ്ഥാപനത്തിൽ. എന്നിട്ടാണ് യുവമാർക്ക് വർക്ക് ചെയ്യാൻ എത്ര മടി. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിച്ച ആളുടെ പേരെനിക്ക് അറിഞ്ഞൂടാ. പുള്ളി വർക്ക് ചെയ്യുന്നത് ESI ഹോസ്പിറ്റലിൽ ഹെൽപ്പ് ഡെസ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആംബുലൻസ് ഡ്രൈവറുമാണ്. അപ്പോൾ 2 ജോലി ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് പ്രഷർ ഉണ്ടെന്ന് തോന്നട്ടെ. എന്താ സംഭവം അറിഞ്ഞൂടാ. ഞാൻ പോയി ഒരു കാര്യം ചോദിച്ചാൽ പുള്ളിക്ക് പിടിച്ചില്ല. ഒരു ഗുണ്ടായുസം പോലെയാണ് പുള്ളിയുടെ പെരുമാറ്റം. സംഭവം വേറെ ഒന്നുമില്ല, ഡോക്യുമെന്റ് സൈൻ ചെയ്ത് വാങ്ങേണ്ടായിരുന്നു. അങ്ങനെ ഹെൽപ്പ് ഡെസ്കിൽ പോയ സമയത്ത് ഈ പുള്ളിക്കാരെ കാര്യങ്ങൾ എഴുതി തന്നായിരുന്നു. എന്നിട്ട് പറഞ്ഞ് ഡോക്ടറിനെ കണ്ട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇതുപോലെ സൈൻ വാങ്ങിയ സമയത്ത് സീലും ചെയ്യണമായിരുന്നു, ഓഫീസ് സീൽ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പുള്ളിക്കാരൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ പുള്ളിക്ക് പിടിച്ചില്ല. പുള്ളിയുടെ മുഖവും മാറി ഒരുമാതിരി ഒരു എന്താ പറയുക, ഒരു ഗൗരവവും ദേഷ്യവും കലർന്നൊരു റിയാക്ഷൻ ആയിരുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, സാർ ഓഫീസിൽ വെക്കേണ്ടത് എങ്ങനെയാണ്, മുകളിൽ പോയിട്ട് താഴെ വരണോ? ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ഇതാണ് പുള്ളിയുടെ ആൻസർ. അതായത് നമ്മൾ കാര്യം സംശയം ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പറയണം, അങ്ങനെയല്ല ഇങ്ങനെയാണ്, നിങ്ങളത് ആദ്യം സൈൻ ചെയ്തിട്ട് വന്നിട്ട് സീൽ വെക്കാം, പിന്നെ വയ്ക്കാം, അങ്ങനെ പറഞ്ഞാൽ പോരെ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഗുണ്ടായുസം ഈ ഒരു സ്കൂൾ പ്രിൻസിപ്പൾ കാണിക്കൂലേ, പിള്ളേരുടെ കാണിക്കൂലേ, അതായത് ഹോംവർക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി റിയാക്ഷൻ ഉണ്ടല്ലോ, അതുപോലത്തെ. അത് സ്കൂളിൽ അത് പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി, പിള്ളേരെ നേർവഴിയാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ സർവീസ് ചെയ്യാണ്, പബ്ലിക്കിന് സർവീസ് ചെയ്യുന്ന ആൾക്കാർ ഈ വക പെരുമാറ്റം ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര ഒരു
മോശമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഭയങ്കര ദേഷ്യം ഒന്നാണ്. പിന്നെ റിയാക്ട് ചെയ്യാൻ പോയില്ല. അതിൻ്റെ മെയിൻ കാരണം അച്ഛന് വേണ്ടിയിട്ടാണ്. അച്ഛൻ്റെ കാര്യം നടക്കണം, നല്ലപോലെ എല്ലാം ശരിയാവണം, അതിനുവേണ്ടി മാത്രം ഞാൻ ഉണ്ടായിരുന്നു. ഇപ്പം പറയാൻ കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ പ്രതിയാണ് അത്ര തന്നെ. എനിക്കിത് പബ്ലിക്കിനടുത്ത് പറയണം തോന്നി ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ മാത്രമല്ല, പല ഗവൺമെൻറ് സ്ഥാപനത്തിലും ഇതുപോലെയാണ് പെരുമാറുന്നത് നമ്മുടെ അടുത്തൊക്കെ, ഭയങ്കര മോശമായിട്ട്. അപ്പോൾ അതൊന്ന് പറയണം തോന്നി. അപ്പോൾ ഇതുപോലെ എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, റീച്ച് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, റെഡി ആയില്ല, 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാ ഓക്കെ, റെഡി ആയി, ബാ പോയി എടുക്കാം. 4720 അതെ, താങ്ക് യു. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് 1ാമത്തെ ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളാണിയാണ്. ഇവിടുന്ന് കറക്റ്റ് 11 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്നതായിട്ട് എന്തൊക്കെയോ ഒരു സൂർ വെജ് കറന്നൊക്കെ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ വായിക്കാൻ പറ്റില്ല ഇങ്ങോട്ട്. സത്യം പറഞ്ഞാൽ കൂടുതലൊന്നും പറയണ്ട, ഓർഡർ ആയിട്ട് ഒന്നും പറഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എവിടെയാണ് സ്ഥലം എന്ന് മാത്രം പറഞ്ഞു പോകാം. കാരണം എന്താ പറയുക, കുറേ റിപ്പീറ്റ് പറഞ്ഞ് ബോറടിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ്റിലല്ലേ, ഇതുപോലെ കുറേ ആൾക്കാർ നമ്മുടെ പെരുമാറിയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ പിന്നെ ആ സമയത്ത് പറഞ്ഞില്ല, റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കാര്യം മുടങ്ങി പോകും, അപ്പോൾ സീനായി പോകും. പിന്നെ ഒരു കാര്യം അതേപോലെ അത് പറയാൻ വിട്ടുപോയല്ലോ, ഇതുപോലെ പുള്ളിക്കാരൻ പറഞ്ഞ് സൈൻ ചെയ്ത് വാങ്ങിയാൽ പറഞ്ഞു. ഞാൻ സൈൻ ചെയ്ത് വാങ്ങിച്ച് വന്ന സമയത്ത് പുള്ളിക്കാരൻ കാണാനില്ല. പുള്ളിക്കാരൻ ആംബുലൻസ് ഡ്രൈവറാണ്, ആംബുലൻസ് ഓടിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ ഒരാൾ ലീവാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ നിർത്താൻ പാടില്ല. അപ്പോൾ ഇതിന്റെ കറക്റ്റായ ഇൻചാർജ് ആരാണ് അവരെ നിർത്തണം. അല്ലാതെ കണ്ട അപ്പോൾ ആൾക്കാരെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെ ആയാലും നമ്മളപ്പോൾ ആൾക്കാർ പെരുമാറാൻ പാടില്ല. കാരണം നമ്മളപ്പോൾ ESIയിൽ പോകുന്ന ആൾക്കാർ കംപ്ലീറ്റ് പാവപ്പെട്ടവരാണ്, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു കോംപ്ലക്സ് ഉണ്ടാവുകയാണ്, പൈസ ഇല്ലെന്നുള്ള പ്രശ്നവും. ദിസ് ഈസ് ഇന്ത്യ. ഇവിടെ പണം കൊടുത്താൽ എന്തും കിട്ടും. എന്നാൽ റെസ്പെക്ട് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് 4 ആൾ അറിയണം. നമ്മൾ ഇന്ത്യക്കകത്ത് പോപ്പുലേഷൻ കൂടുതലാണ്. ഇവിടെ ഏത് സ്ഥാപനത്തിൽ എടുത്താലും ആൾക്കാർ കുറേ വരും. അപ്പോൾ അത് സർവീസ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം, അവരെ ഫേസ് നിങ്ങൾ തയ്യാറാക്കണം. അതിനാണ് നിങ്ങൾ മാസം ശമ്പളം എണ്ണി തരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ESI ഹോസ്പിറ്റൽ പറഞ്ഞ് ട്രിവാൻഡ്രം പേരൂർക്കട ഹോസ്പിറ്റലാണ്. അവിടെ ആംബുലൻസ് ഡ്രൈവറായ ഹെൽപ്പ് ഡെസ്കിൽ ഇൻചാർജ് ആയ ഒരാളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയത്. വേറെ ഒന്നും കൂടുതൽ പറഞ്ഞില്ല. പുള്ളിയുടെ റിയാക്ഷനും പുള്ളിയുടെ സംസാരം കേട്ടപ്പോൾ ഒരു ഗുണ്ടായസ ലെവലിലായിരുന്നു. ഇപ്പോൾ ജഗതിയിൽ കട്ട ബ്ലോക്കാണ് കേട്ടോ. ചുമ്മാ വഴി മാറ്റി കാണിച്ച മാപ്പ് അതുവഴി പോകാൻ മതിയായിരുന്നു. കണ്ണേറ്റ് മുക്ക് കയറി കരമന വഴിക്ക് പോകാൻ. ശരി, കുഴപ്പമില്ല, ഇതുവഴി ഇപ്പോൾ. പിന്നെ ഈ ഒരു ലൊക്കേഷൻ കാക്കദൂരം ലൊക്കേഷനാണ്. ഇവിടെ നമ്മൾ പാസ്സായി പോയാൽ നമ്മൾ ലക്കാണ്, അത്ര ലക്കി ഭാസ്കർ അതുപോലെ. ഇപ്പോൾ ഇന്നത്തെ വൈബ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വൈബാണ്, വേറെ വിഷയമൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല. നല്ല ഫോമിൽ നിൽക്കുകയാണ്. അതേപോലെ എന്താ കാലാവസ്ഥ പറഞ്ഞത്, നല്ലൊരു ഉച്ചയ്ക്ക് വെയിൽ കുറവായിരുന്നു, നല്ല മഴക്കമുണ്ടായിരുന്നു. വൈകിട്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, മഴ പെയ്യില്ല, കുഴപ്പമില്ല, ഇങ്ങനെ മതി. ചൂട് കുറവായിരിക്കും, അത്ര തന്നെ. ഈ ഏപ്രിൽ മെയ് കടന്നു കെട്ടി രക്ഷപ്പെട്ടു നമ്മൾ. അപ്പോൾ ഒരു പാട്ടൊക്കെ പാടി ജോളിയായിട്ട് പോകാം. ബാ, വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴേ പറയാം. ഇനി കുറേ നെഗറ്റീവ് കണ്ടന്റ് ഞാൻ പറയാം. പിന്നെ ആവട്ടെ, വേറെ ഒന്നുമില്ല. വാണിയുടെ പ്രശ്നമുണ്ട്. വാണി ജോലി ചെയ്ത സ്ഥാപനത്തിൽ ശമ്പളം കിട്ടിയില്ല. അതായത് 1 മാസം വെയിറ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ ഇതുവരെ ശമ്പളം തന്നില്ല. കാരണം ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാം. ചിലപ്പോൾ അതായിരിക്കാം, അല്ലാതായിരിക്കാം. പക്ഷെ ഇതിൻ്റെ മെയിൻ കാരണം ഒരാളുണ്ട്, ഒരു മാനേജർ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്, മനസ്സിലായി. ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ട, ഒരു കണ്ടന്റ് ആക്കണ്ട. സത്യം പറഞ്ഞാൽ എനിക്കൊരാൾ ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫേസ് ടു ഫേസ് ഡീൽ ചെയ്യും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇവനൊക്കെ കൊടുക്കേണ്ട പണി കൊടുത്താലേ അത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിക്കോളൂ. ആഹാ, സൂപ്പർ ബ്ലോക്ക് കേട്ടോ എല്ലായിടത്തും. ജഗതിയിലും ബ്ലോക്ക്, കരമനയും ബ്ലോക്ക്. ഇതിപ്പോൾ കുഞ്ചലമ്പൂടാണ്, കുഞ്ചലമ്പൂടും കരമന പോണ വഴിയാണ്. ഓക്കെ, നമ്മളങ്ങനെ മേജർ വെള്ളാണി ദേവക്ഷേത്രം എത്തിയിട്ടുണ്ട്. ഇതാണ് വെള്ളാണി കോവിൽ. നട അടച്ചില്ല കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കമൻറ്റ് വരുമായിരുന്നു വെള്ളാണി കോവിൽ ബ്ലോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ദിവസം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോഴത്തേക്ക് ഇത്രയും കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ അപ്പോൾ ഈ കോവിൽ കഴിഞ്ഞ് കറക്റ്റ് 1 കിലോമീറ്റർ അപ്പുറത്താണ് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത്. ഉച്ചയ്ക്ക് ഓർമ്മ ഓടിയായിരുന്നു, ഭയങ്കര നഷ്ടം കേട്ടോ. 2 കിലോമീറ്റർ പിക്കപ്പ് തരും, 1 കിലോമീറ്റർ ഡ്രോപ്പ് ആയിരിക്കും. കെട്ടുന്നത് 25-21 രൂപയായിരിക്കും. പിന്നെ ഇൻസെൻറ്റീവ് അടിച്ചില്ല, അതെൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ഞാൻ അറിയാതെ മറ്റേ ഓഫ്ലൈൻ കൊടുത്തു പോയി, ആ ടൈം നോക്കാതെ. ശരി, കുഴപ്പമില്ല, പോണതൊക്കെ പോട്ട് അല്ലേ, വരേണ്ടത് വരും, പോകേണ്ടത് പോത്ര തന്നെ, വേറെ നോക്കാനൊന്നുമില്ല. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം അല്ലേ. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്ത് ചെയ്യാൻ, വേറെ ജീവിച്ചിട്ടേ പറ്റൂ. നമ്മളെപ്പോലത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് പാവപ്പെട്ടുള്ളത് മോട്ടിവേഷൻ മാത്രമാണ്. അപ്പോൾ ആ മോട്ടിവേഷൻ കൂടെ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മോട്ടിവേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു എല്ലാം മാറും. അതുവരെ നമ്മൾ കഷ്ടപ്പെട്ട് സിൻസിയറായിട്ട് വർക്ക് ചെയ്യാം. വേറെ നോക്കാനൊന്നുമില്ല ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ തന്നാനെ തന്നെ തന്നാനെ തന്നാനെ. സത്യം പറഞ്ഞാൽ ഒരുപാട് സങ്കടവും ദുഃഖവും അല്ല ഒന്ന് തന്നെ, പൈസ നഷ്ടവും പൈസയുടെ ബുദ്ധിമുട്ടെല്ലാം വെച്ചിട്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പറഞ്ഞ പൊന്മാൻ സിനിമയാണ്. അതൊരു സീനുണ്ട്, സൂപ്പർ ഡയലോഗാണ് പറയണത്. എടാ, നമ്മുടെ കാരണവന്മാരായിട്ട് 10 പൈസ നമുക്ക് ഉണ്ടാക്കി തന്നിട്ട്, പക്ഷെ നമ്മൾ പിഴയ്ക്കും. കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ്, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യും. കറക്റ്റ് ആണല്ലേ. നമ്മളെ ആൾക്കാർക്ക് സപ്പോർട്ട് കുറവാണ്, ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടായിട്ട്. അപ്പോൾ നമുക്കുള്ള ഒരേ ഒരു പവർ നമ്മളൊരു മോട്ടിവേഷൻ, നമ്മളൊരു സ്കില്ലാണ്. അപ്പോൾ അതിൽ മാക്സിമം എത്രയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയ്ക്ക് കൊണ്ടുപോകുക. വേവിള മഹാവിഷ്ണു ക്ഷേത്രം ഇവിടെയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 500 മീറ്റർ ദൂരം എളുപ്പറായി. ഓക്കെ, വി ആർ റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. വി ആർ അല്ലേ, വി ഹാവ്. കറക്റ്റായിട്ട് പറ. സൂപ്പർ കടയിലെ പഴയ മോഡൽ കട അവിടെയാണ്. ഓക്കെ, ഇതാണ് ഇത് റെസ്റ്റോറൻറ്റ്. പ്ലാവ് റെസ്റ്റോറൻ്റ് ആണ് കറക്റ്റ് പറയണമെങ്കിൽ. തക്കാട്. ഓക്കെ ഓർഡർ ഡെലിവേർഡ്, താങ്ക്സ് പറഞ്ഞ് ടിപ്പ് തന്നുകൊണ്ട് ഫുൾ മാർക്ക് കൊടുത്തേക്കാം. ഫുൾ സ്റ്റാർ സബ്മിറ്റ്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 134-37 പൈസയാണ്. പോന്നാ കമൺ ക്വിക്ക് വെയിറ്റ് വണ്ടി ഒതുക്കട്ടെ അടിച്ചോണ്ടിരിക്കുന്നു. സൂം വന്നു അപ്പുറമായിരിക്കും. റഹ്മത്തായിരിക്കും മിക്കവാറും. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഉള്ളായിരുന്നു. ഇതൊന്ന് ലോഡഡ് അറേബ്യ. ഇത് എവിടെ ഇത് കാരയ്ക്കാൻ ഉണ്ടാവും, പോകുന്ന വഴിക്കായിരിക്കും കേട്ടോ. അക്സെപ്റ്റ് ഓർഡർ.
കാറിക്കാൻ മണ്ടപോലെ നേരെ അടുത്ത ജംഗ്ഷനിൽ അതിൽ നിന്ന് ഇങ്ങനെ പോകണം. നേരെ ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് മുടുക്ക് വഴി കയറി കറങ്ങി എടുത്ത് ഇങ്ങനെ വരണം. 1 വേ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയാൽ പോരെ, ചുമ്മാ ആവശ്യമില്ല കറക്കണം. 600 മീറ്റർ ദൂരത്തിന് 1.5 കിലോമീറ്റർ വെച്ചിരിക്കുകയാണ്. நேரா போய் அப்படியே போயிருச்சுப்பா. ஏன் இப்படி போய் அப்படி போனா பாவம், அதுக்கு என்ன கஷ்டமோ அப்படி போய் திரும்பிடுச்சு. நேராவே போலாமே. ഈ വൈബ്രേഷൻ കാരണം ക്യാമറ കംപ്ലൈന്റ് ആണെന്ന് പറയാണ് ചില ആൾക്കാരൊക്കെ. നമുക്ക് വേറെ വഴിയില്ല, മാപ്പ് നോക്കണ്ടേ. അല്ലെങ്കിൽ വിത്തൗട്ട് വൈബ്രേഷൻ ഹോൾഡർ ഉണ്ട്, അത് വാങ്ങണം. അതിന് 10,300 ആവും. അപ്പോഴത്തേക്ക് 200 എടുക്കാൻ പോലും ഇല്ല സത്യം പറഞ്ഞു. അത്ര ഡയറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടത് ഓരോ പൈസയും ചിലവിന് കറക്റ്റ് ആയിരിക്കണം. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 7 മിനിറ്റ് ആവും. ഓക്കെ റെഡിയായി. വാ ഷവർമ്മ കൊണ്ടുപോട്ടോ അവിടെ. ഓക്കെ ഓക്കെ അപ്പോൾ ഓർഡർ ആയിട്ട് ലോഡഡ് ഫ്രൈസ് ആണ്. അയണേസാ ഓക്കെ. അപ്പോൾ ഓക്കെ പിക്ക്ഡ് ഓർഡർ. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല, പൊളി തന്നെ അല്ലേ. വണ്ടിയെ പറ്റി പോയി 4 വാക്ക് പറഞ്ഞാലേ വണ്ടി നമ്മൾ ചതിക്കാതെ കൊണ്ടുപോകുള്ളൂ. അങ്ങനെയൊന്നും ഇല്ല, പിന്നെ വണ്ടി എടുത്തുള്ള സ്നേഹം കാരണം നമ്മൾ പറയണതേ ഉള്ളൂ. ഓക്കെ അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാച്ചല്ലൂരാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 11 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഗോപ്രോയുടെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് ആവുകയാണ്, അത് കാരണം വോയിസ് ഓവർ കാണും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ആദ്യം കൈമൺ ജംഗ്ഷൻ പോകുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ പോയി കഴിഞ്ഞ് മരൂർ കടവ് കഴിഞ്ഞ് കരിമം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് മധുപാലം ബ്രിഡ്ജ്, അത് കഴിഞ്ഞ് തിരുവല്ലം, അത് കഴിഞ്ഞ് ഹൈവേ കയറി പോകണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ പാച്ചല്ലൂർ വഴി കയറി പോകാം. ഓക്കെ വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. എവിടെയാണ് കസ്റ്റമർ? ആരായിരിക്കും കസ്റ്റമർ? ഇവിടെ ഈ മാവിൻ്റെ അടുത്തായിരിക്കും കയറി വീട് പറഞ്ഞത്. അപർണയാണോ? അപർണ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ ഓർഡർ ഡെലിവേർഡ്. ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 85 രൂപ 85 പൈസ. അത്രേ ഉള്ളൂ. ലോങ് ഓർഡർ ആണല്ലോ ഇത്. നേരത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് കയറിയത്. ശരി ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ കൂടി. ഇപ്പം നിൽക്കുന്ന സ്ഥലം വാഴമുട്ട പാച്ചലൂരാണ്. ഇപ്പോൾ നേരെ പോയിട്ട് കറങ്ങി ഹൈവേ കയറി വരണോ അതോ വന്ന വഴി തിരിച്ച് വന്ന വഴി കയറാൻ പറ്റില്ല. ശരി ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോൾ കമോൺ കമോൺ ക്വിക്ക് മാപ്പ് നോക്ക്. വെയിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത ഓർഡർ സും എന്ന് പോക്കറ്റ് എടുക്കട്ടെ. കറക്റ്റ് ട്രാഫിക് ബ്ലോക്കിൽ ഓർഡർ അടിക്കോളും. ചെറിയ ഓർഡർ ആക്കിയിട്ട് എന്തോന്നത് 2 കിലോമീറ്റർ പിക്കപ്പ്, തൊട്ടടുത്ത് ഡ്രോപ്പ്, 150 മീറ്റർ നടന്ന് പോകുന്നേ ഉള്ളൂ. കസ്റ്റമർ ശരി കുഴപ്പമില്ല. വാ ഐ ഹാവ് എ ഡെലിവറി ബാഗ്. ഓക്കെ എല്ലാം ഉണ്ട് എൻ്റെ വലിയ സംഭവം തന്നെ. അതൊക്കെ ബോംബെയിൽ കൊണ്ടുപോകണത്. അപ്പോൾ നമ്മൾ പോകേണ്ട റെസ്റ്റോറൻറ്റ് ഗ്രീൻ പിസേറിയ. ഇവിടെ 2.1 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ റീച്ച് ലൊക്കേഷൻ ഗ്രീൻ പിസേറിയ. റെഡി ആയിട്ടില്ല, 9 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയാണ്. ശരി വെയിറ്റ് ചെയ്യാം. ബാ ഓക്കെ റെഡിയായി. ബാ പോയി എടുക്കാം. 7357 ഇത് തന്നെ ഓർഡർ ഐറ്റം. 7357 എടുക്കുകയാണേ. തന്തൂരി ചിക്കൻ പിസ്സ. ഓക്കെ ശരി ഓക്കെ ചരിക്കാതെ കൊണ്ടുപോകണം. ബോംബിനേക്കാളും വലിയൊരു സംഭവമാണ് കയ്യിരിക്കുന്നത്. ബോംബ് പോലും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വിഷയമില്ല, പക്ഷേ ഇതൊന്ന് നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ ജോലി പോകും. ഓക്കെ സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ സ്കാൻഡ് ഓർഡർ പിക്ക്ഡ്. ഈ ഓർഡർ വയ്ക്കുമ്പോൾ ഒരു BGM ഇടാൻ പോവുകയാണ്. ഇത് പയ്യെ സപ്പോർട്ട് കൊടുക്കുക. റെയിൻ കോട്ട് എടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടറിന് പോലും ഇത്ര ടെൻഷൻ കാണില്ല. ഓക്കെ കമൺ ക്വിക്ക്. അപ്പോൾ ഈ ഒരു ഡെലിവറി ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഒറ്റ ഷോട്ടിൽ എടുക്കാൻ പോയാണ് ക്യാമറയിൽ. നോക്കിയോ സൂപ്പറായി. അപ്പോൾ കസ്റ്റമർ ലൊക്കേഷൻ ഇവിടെ നിന്ന് കറക്റ്റ് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. 120 മീറ്റർ ദൂരം. നേരെ അങ്ങോട്ടല്ലേ? അങ്ങോട്ടല്ല ബാക്കിലോട്ട് സുലീഷേ, വഴി മാറിപ്പോയി. സോറി. ഇതിനെ കസ്റ്റമർ ലൊക്കേഷൻ അവിടെ അല്ലേ? ഓക്കെ അങ്ങനെ 3ാമത്തെ ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 26 രൂപ 62 പൈസയാണ്. വേറെ വിഷയമൊന്നുമില്ല. 3 ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേണ്ടത് 3 ഓർഡർ കൂടെ വേണം. മൊത്തം 6 ഓർഡർ ആയാലും ഇൻസെൻറ്റീവ് ഉള്ളൂ. 6 ഓർഡർ അടിച്ചല്ലോ. ഇവിടെ ഇത് ബ്രേക്ക് ടൈം കഫേയാ. ബ്രേക്ക് ടൈം റെസ്റ്റോറ കഫേ മണക്കാടിന്. ആക്സെപ്റ്റ് ഓർഡർ. സൂപ്പർ ഓർഡർ. റീച്ച് ലൊക്കേഷൻ റെഡിയായി. പെട്ടെന്ന് റെഡിയായി. ചിക്കൻ ഷവായ കാണുമ്പോൾ കൊതിയാണല്ലേ. ഇതൊരു മണം. 7479 ഇത് തന്നെ ഓർഡർ ഐറ്റം. ഷവായ മന്തി നോർമൽ മയോണൈസ്. ഓക്കെ അങ്ങനെ 4ാമത്തെ ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുവല്ലമാണ്. ഇവിടെ കറക്റ്റ് 6.4 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ഓക്കെ അത്ര തന്നെ. വേറെ ഒന്നും പറയാനില്ല. വേറെ കുറേ പറയാനുണ്ട്. പിന്നെ അതൊക്കെ ഓപ്പണാണ് പറയാൻ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ അറ്റാക്ക് ചെയ്യും പോലെ ആയി പോകും. വേറെ ഒന്നുമില്ല. ഇത്രയും വർഷം വർക്ക് ചെയ്ത് ആ കമ്പനിയിൽ സത്യം പറഞ്ഞാൽ അവിടെ കയറി മുമ്പ് ഒന്നും അറിഞ്ഞൂടായിരുന്നു. അവിടെ കയറിയ ശേഷം കുറേ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ പഠിച്ച നന്ദി ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതുവരെ പറയാത്തത്. ഇപ്പോൾ ലൈഫ് സ്റ്റോറി എന്ന വ്ളോഗിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലത് നോക്കാൻ പാടില്ല. പറയേണ്ട കാര്യം ഉള്ളതുപോലെ പറഞ്ഞേക്കണം. അതല്ലേ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറഞ്ഞേ പറ്റൂ. അതിൽ അറ്റാക്ക് ചെയ്യാത്ത കാര്യമൊക്കെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. ആ കമ്പനി വർക്ക് ചെയ്യുമ്പോഴും അവിടെ നിന്ന് ഇറങ്ങിയ ശേഷവും സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷമാണ് കൂടുതൽ വിഷമമായത്. കാരണം അത്രയ്ക്ക് കാണിച്ച ഒരു കന്നന്തിരിവരാണ് കാണിച്ചത്. ആ കമ്പനിയിൽ 2 MD-മാരുണ്ട്. ഒന്ന് A ഒന്ന് B എന്ന് പറഞ്ഞാൽ മതി, പേര് പറയില്ല. അതിൽ A എന്ന MD വലിയ കുഴപ്പമില്ല, പാവമാണ്. എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും വിഷമാവില്ല. ആ B എന്ന MD ഉണ്ടല്ലോ, അങ്ങേരാണ് ആൾ ഇത്തിരി കലിപ്പ്. അതായത് എംപ്ലോയിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് പറ്റുമ്പോൾ വഴക്ക് പറയാം, അത് വിഷയമില്ല, അത് എല്ലാ ഓഫീസിലുള്ളത് തന്നെ. പക്ഷേ ഈ പുള്ളി പറഞ്ഞ വഴക്ക് എന്ന് പറഞ്ഞത് ഡബിൾ മീനിങ്,
മനസ്സിൽ കുത്തണ വാക്കുകൾ. അപ്പോൾ അതുപോലത്തെ വഴക്ക് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസം പോകും. ആ ദിവസം എന്നല്ല, ആ ഒരു മാസം കംപ്ലീറ്റ് നമുക്ക് വിഷമായി പോകും. അപ്പോൾ അങ്ങനത്തെ ഓരോ ബിഹേവിയറാണ് ആ പുള്ളി കാണിക്കുന്നത്. ആ പുള്ളിയുടെ ഭാഗത്ത് നല്ല കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറയണില്ല. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ഇതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിഷമാവണേ ആയിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ. ആ പുള്ളി കാണിച്ചതിനപ്പുറം നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അടുത്ത വ്ളോഗിൽ പറയാം, ക്ലിയർ ആയിട്ട് പറയാം എന്തൊക്കെയാണ് നടന്ന സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ജംഗ്ഷൻ തിരുവല്ലം അല്ലേ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ലെഫ്റ്റ് പോയാൽ സ്റ്റുഡിയോ അല്ലേ, അങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ നേരെ പോയാൽ മതി, റഷ്യൊന്നുമില്ല. ഓക്കെ, ഇത് ഒത്ത് കയറ്റമാണ്, നോക്കിക്കോ കയറ്റത്തിൻ്റെ ഹൈറ്റ് നോക്കിക്കോ. അമ്മോ, ഒരു മല കയറുമ്പോഴേക്കും. ഓ അപ്പോൾ കണ്ടാ കിടക്കുന്ന കിടപ്പ് കണ്ടാ. എൻ്റെ അമ്മോ, എന്നില്ല ഇനിയുണ്ട്, നോക്കാം അങ്ങോട്ട്. അടുത്ത കയറ്റം. ഓ അപ്പോൾ ഇത് കരിമല കയറ്റത്തിൻ്റെ കാര്യം അപ്പുറമായിരിക്കണം അല്ലേ. അപ്പോൾ അടുത്ത മാസം ശബരിമലയ്ക്ക് പോകണം, മെയ് 16-ാം തീയതി. വൈശു കൊണ്ട് പോകണം. വൈശുവിന് കന്നിമലയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്, മാപ്പ് കാണിക്കുന്നത്. ഇത് ഇങ്ങോട്ട് പോകണത് ഇറക്കമാണല്ലോ ഇത്. അയ്യോ, ഇപ്പോൾ ഇടിച്ചാൽ സുതീഷേ മാപ്പ് നോക്കുമ്പോൾ റോഡ് നോക്ക് കേട്ടോ. ലൊക്കേഷൻ എത്തി, വണ്ടി ഒതുക്ക്. ഇവിടെ അല്ലേ? ഓക്കെ, വിളിക്കാം. ഓക്കെ, ഓർഡർ ഡെലിവർ പോകാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 63-27 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് എടുക്കാനുള്ള സമയം എന്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മഫിൻ ഹൗസ് പോണ വഴിക്ക് തന്നെ അമ്പലത്തറ ദ മഫിൻ ഹൗസ് എത്തിയിട്ടുണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ മഫിൻ ഹൗസ്. റെഡി ആയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ചോദിച്ചാൽ റെഡി ആവുള്ളൂ. ചിക്കൻ ടിക്ക പിസ്സയാ, എല്ലാം പിസ്സ കഴിക്കണമല്ലോ ഓർഡർ കംപ്ലീറ്റ് ആയിട്ട്. ഇതിനകത്ത് ആരും ഇല്ലേ? റെഡിയായി. സൂപ്പർ. ആഹാ, നല്ല യാസി കേട്ടാ, തണുപ്പുണ്ട്. 0430. ഓക്കെ, ഓർഡർ പിക്ഡ്. കാല് എറുമ്പടിക്കണം സുതീഷേ. ഒരു മിനിറ്റ്, ഈ ഓർഡർ വെച്ചോട്ട് നല്ല കടിച്ചുകൊണ്ടിരിക്കാൻ വാഷായിട്ട്. ഓർഡറാ, എറുമ്പ് ഇവിടെ ഒരാൾ കാണാനില്ല. പോയി നല്ല കടിച്ചിട്ട വാഷായിട്ട്. കുഴപ്പമില്ല, ശരി, കടിച്ചിട്ട് പോട്ടെ അല്ലേ. ഓക്കെ, പോകുന്ന പിന്നെയും പാച്ചലൂർ. എൻ്റെ അമ്മോ, അതെന്തോന്നത്, എത്ര വട്ടമായി. ഇവിടെ നിന്ന് കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഓർഡർ അടിക്കുന്ന പാറ്റേൺ മാറ്റണമെന്നുണ്ടെങ്കിൽ സംഭവം ഉണ്ട്, ചെയ്യാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരെ. അത് ഈ ഗൂഗിൾ മാപ്പിൽ ക്യാഷ് മെമ്മറി ഉണ്ടല്ലോ, അതൊന്ന് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എല്ലാം മാറുന്ന പറയണത്. ഞാൻ അതിന് ചെയ്യാൻ പോകില്ല. ശരി, കിട്ടുന്ന ഓർഡർ കളയണ്ട, കുഴപ്പമില്ല, പോകാം. വേറൊന്നുമില്ല, 5 കിലോമീറ്റർ കാലിടിച്ച് വരണ്ടേ, ആ പൈസ നഷ്ടമല്ലേ. അതല്ലേ വിഷയം മെയിനായിട്ട്. എന്തൊക്കെയോ നഷ്ടം ജീവിതത്തിൽ ഉണ്ടാവണം അല്ലേ, വലിയ നഷ്ടങ്ങൾ. അതൊക്കെ നമ്മൾ സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് ഈ ഒരു 40 രൂപ നഷ്ടങ്ങൾ. കുഴപ്പമില്ല, ഇൻസെൻറ്റീവ് അടിച്ചാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഓ, ജംഗ്ഷനാണ്, നോക്കി വാ. എന്നാൽ ഇൻഡിക്കേറ്റർ ഇട്ട് വാ. എന്നാൽ കയറുമ്പോൾ ലൈറ്റും ഇല്ല ബാക്കിലോട്ട്. റെഡ് ലൈറ്റ് കത്തണ്ടേ വണ്ടിയുടെ ബാക്കിൽ, അത് കത്തണില്ല. അതിന് അറിയാൻ പറ്റും വണ്ടി പറഞ്ഞാലെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത്. പാച്ചല്ലൂർ. ഏത് ഏരിയ അത്? വെൽക്കം ഒരുമാന്ന് കറ. ഇവിടെ എല്ലാം ഒരുമയായിട്ടിരിക്കുകയാണ് ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട്. ഒത്തെരുമകളല്ലേ. നിങ്ങൾ 3 എരുമകൾ ഒരുപോലാണെന്ന് ഒറ്റ എരുമൈ. ചുമ്മാ കോമഡിക്ക് പറഞ്ഞാണ്, ഇത് ചെറിയ പഴയ കോമഡിയാണ്. അതെന്തോന്നു ചാക്കിൽ പട്ടിയാണ്. ചാക്ക്, മൈ ഗോഡ്. ചില ക്രൈം സിനിമയിലൊക്കെ കാണിക്കൂലേ, ചാക്കിൽ കെട്ടിയിടും ആരെങ്കിലും കൊന്നിട്ട്, അതുപോലെ കണ്ടാൽ. ഓക്കെ, ഇതാണ് കസ്റ്റമർ ലൊക്കേഷൻ. ഈ മുടുക്കിനകത്ത് ഇവിടെ ഞാൻ ഒരിക്കൽ വന്നായിരുന്നു. അവിടെയാണോ? ഓക്കെ, ഇതാണ്. അതെ തന്നെ, ശ്രീവിദ്യ. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 52 രൂപ 65 പൈസയാണ്. ഇപ്പോൾ നേരെ മണക്കാട് പോകാനേ. എൻ്റെ അമ്മോ, മണക്കാട് തിരുവല്ലം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് അല്ലാസനിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഇതും കൂടെ നേരെ വീട്ടിൽ പോകാം. മണി ഇപ്പോൾ 9:40 ആയില്ലേ. കപ്പലണ്ടി വാങ്ങിക്കാൻ വിശക്കണം, ഭയങ്കര വിശപ്പോട്ടെ. വയർ കത്തണ്, ഇങ്ങനെ ഒരുമാതിരി സൗണ്ട് കേൾക്കില്ല. ഒക്കെ കേൾക്കണം വൈറ്റാത്. എല്ലാവരും വിശന്ന് കഴിക്കുന്ന സമയത്താണ് നമുക്ക് ജോലിയുള്ളത്. ആ സമയത്ത് നമ്മൾ കഴിക്കാൻ പോയാൽ നമുക്ക് ഓർഡർ കിട്ടില്ല. അതാണ് മെയിൻ വിഷയം. കേട്ടോ, ഇപ്പോൾ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. സത്യം പറഞ്ഞാൽ അതിനും സമയമില്ല, ഓർഡർ അടിച്ചുകൊണ്ടിരിക്കണം മാറി. എന്തായാലും ജോലി ചെയ്യാറായി, കുഴപ്പമില്ല, വീട്ടിൽ പോയി ആഹാരം കഴിക്കാം. ആഹാ, ഇറച്ചിയുടെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഗ്രിൽഡ് ചിക്കൻ പുതിയാവണം. അന്ന് കൊടയ്ക്കൽ കഴിച്ച് ഓർമ്മ വരണം. റീച്ച് ലൊക്കേഷൻ റെഡിയായി. ബാ, ഓർഡർ 4069. ഹായ്, സുഖമാണോ? അടിപൊളി. ലൈഫ് അടിച്ച് പൊളിക്കണം ഓരോ നിമിഷവും. എവിടെ ആണോ? കണ്ടല്ലോ. ആണോ? വീടെന്നൊക്കെ ആണോ? പേരെന്താണ്? ആണോ? മറന്നു. അടിപൊളി, സൂപ്പർ. ഒരു ആണല്ലേ? സൊമാറ്റോ ഇറങ്ങിയത്. ഓക്കെ, നല്ല കാര്യം, സൂപ്പർ. ഓക്കെ, ആണോ? ഓക്കെ, എവിടെ താമസിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞത്. ആരെ കൊണ്ട് വീട്ടില്? അപ്പോൾ എല്ലായിടത്തും അന്വേഷണം പറയണം. നമ്മളെ ഒരു ദിവസം അങ്ങോട്ട് വീട്ടിലോട്ട് വരാം, നോട്ട് ഫ്രീ ആകുമ്പോൾ. അല്ലെങ്കിൽ മീറ്റപ്പ് ആക്കി എല്ലാവരും കാണാം നേരിട്ടൊന്ന്. പോട്ടാ, ബൈ, സീ യു. കാണാം നേരിട്ട്. പേര് ധനു ആണല്ലേ? അശ്രയ എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ കള്ളപ്പേര്. ഓക്കെ, അപ്പോൾ ധനു കാണാം. മെസ്സേജ് അയച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റിപ്ലൈ അയക്കാം. ഓക്കെ, പോട്ടാ, ബൈ, സീ യു. ചെയ്യുന്നു. ഞാൻ കണ്ട പിള്ളേരെ ഒരു രക്ഷയില്ല. അതാണ് നമ്മളെ പയ്യന്മാർ. LAPG ഗ്യാങ് പറഞ്ഞ സുമ്മാവാ. അയ്യോ, പിക്ക് കൊടുത്തില്ലല്ലോ, സംസാരിച്ചില്ല, മറന്നുപോയി കാര്യങ്ങളൊക്കെ. ഓർഡർ പിക്ക്ഡ്. പോ. അപ്പോൾ ഓക്കെ, നേരെ പോകുന്ന നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കമലേശ്വരം. ഇവിടെ നിന്ന് കറക്റ്റ് 2.1 കിലോമീറ്റർ ദൂരമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന നേരത്ത് മൂക്കിനെ ഫുൾ അടച്ചേക്കണം, ആണ് നല്ലത്. വേറെ ഒന്നുമില്ല, മണം കെട്ടുമ്പോഴാണ് കൂടുതൽ വിശക്കെയാണ്. വേറെ ഒന്നുമില്ല, ചിക്കൻ്റെ ബിരിയാണി മണം അടിക്കുമ്പോൾ ഒരുപാട്
ഇതൊരു കാണിക്കണ്ടേ കയറി വരണേ എന്ത് ആവട്ടെ എന്താ MLA MP എന്ത് ആവട്ടെ ഇങ്ങനെ കയറി വരണത് നിയമം എല്ലാവർക്കും നിയമം തന്നെ ഇവിടെ അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോലീസ് വണ്ടി പറഞ്ഞേ സാറിന് അടിച്ചോണ്ട് എങ്കിൽ മാറത്തില്ലായിരുന്നു പെട്ടെന്ന് ഹോണിച്ച് കയറി വരണം ആരും അറിയാൻ പറ്റില്ല ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ചുവന്ന ബോർഡ് കൊള്ളാം ഓക്കെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് ഇതാണ് ലൊക്കേഷൻ ഇത് തന്നെ ഫ്ലാറ്റാണോ പക്ഷേ എൻ്റെ അമ്മോ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന പാട് നമുക്കേ അറിയുള്ളൂ ഒരുപാട് ഡേഞ്ചറാണ് ഓരോരുത്തന്മാർ കയറി വരണത് കണ്ടാ നമ്മൾ ടെൻഷൻ ആയിക്കളെ അവിടെയാണോ ശരി ഇവിടെ അല്ലേ ഓക്കെ വെൽക്കം ഓർഡർ ഡെലിവറി ലാസ്റ്റ് ഓർഡർ ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 24 രൂപ 77 പൈസയാണ് വാണി മെസ്സേജ് അയച്ചിരിക്കുന്നത് വീട്ടിൽ നിന്ന് വാട്സാപ്പിലോട്ട് എന്താണെന്ന് അയച്ചിരിക്കണം അങ്ങോട്ട് സവാള പൊട്ടറ്റോ മുട്ട ഒരു പാക്കറ്റ് മാഗി ഇത്രയും വാങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പൂജപ്പുര കടയിൽ കൂട്ടുകാരുണ്ട് പുള്ളിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വയ്ക്കുമായിരുന്നു അപ്പോൾ ഇന്ന് കടയിൽ കാണുമ്പോൾ നേരത്തെ പോകുന്നതാണ് പറഞ്ഞത് ശരി വിളിച്ചു നോക്കാം ഓക്കെ പൂജപ്പുര കട എത്തിയിട്ടുണ്ട് അടച്ചിട്ട് പോയാ കുഴപ്പമില്ല നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് സാധനം അവിടെ വെച്ചിട്ടുണ്ട് അത് തന്നെ അതായിരിക്കും കവറിൽ ഓക്കെ എല്ലാം ഉണ്ടല്ലോ ഉണ്ടോ അത്രേ ഉള്ളൂ ഓക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞ വഴി കീര വാങ്ങിച്ചായിരുന്നു കുഴപ്പമില്ല ഫ്രഷല്ല നാമ വീട്ടിക്ക് വന്നാച്ച് ഇതാര് പൈസ കിട്ടിയാ ഒപ്പോ ഇതാര് ഭൂതോ പേടിച്ചു പോയി എന്നാ കൊണ്ട് പോയി എന്നാ ഉരുളക്കിഴങ്ങ് കീര വാങ്ങിച്ചേ ഫ്രഷ് കീര ഇല്ല എന്നാലും കുഴപ്പമില്ല വലിയ മാഗിയേ ഉള്ളൂ മതിയാ അപ്പോൾ ഇന്നത്തെ കാപ്പി ചപ്പാത്തി ആൻഡ് ഉള്ളിക്കറി കഴിക്കാനാ കമോൺ ഗൈസ്. അപ്പോൾ എപ്പോഴൊക്കെ എന്തൊക്കെ വ്ളോഗ് ചെയ്യോ അന്നെല്ലാം ചപ്പാത്തി ഉള്ളിക്കറിയാണ് അത് സ്ഥിരമുള്ളതാണ്. അത് എന്താണ് കാരണം നമ്മുടെ ചപ്പാത്തിയും വ്ളോഗും ആയിട്ടുള്ള കാരണം. ശരി എന്തെങ്കിലും ആവട്ടെ നമുക്ക് കഴിക്കാം. പക്ഷേ വാ സംസാരിക്കാൻ സമയമൊന്നുമില്ല. ഓക്കെ ആദ്യം വലിയ പീസ് ചപ്പാത്തി എടുക്കുക, ഉള്ളിക്കറിയിൽ മുക്കി എടുക്കുക, എന്നിട്ട് നാലായിട്ട് മടക്കിയിട്ട് വാഹ സൂപ്പർ. ഒരു 4 ചപ്പാത്തി ഉണ്ട് കഴിച്ചിട്ട് കുറച്ച് TV കാണാം, സിനിമ കാണാം. എന്താ സിനിമ കാണാൻ ഏതാ പറഞ്ഞത്? ആനന്ദ് ശ്രീബാല ത്രില്ലർ പടമാണ് അല്ലേ? ഓക്കെ സിനിമ കണ്ട് കുറവാണ് കാണുന്നില്ല. ഓക്കെ അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കാൻ കട്ടായി